ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ കിടന്ന ധാബയിൽ നിന്നും പുറപ്പെടാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മൾ പോകുന്നത് ഇന്നത്തെ ദിവസം വേറൊരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് സമയം. ഞങ്ങൾ ഇറങ്ങുന്ന സമയം ഇപ്പോൾ 8:45 കണ്ടോളൂ. 8:45 സമയമാണ്. നമ്മൾ പോകുന്നത് പാണ്ഡവ് കേവ്സ് ആൻഡ് ഫാൾസാണ്, വാട്ടർഫാൾസാണ്. അപ്പോൾ അവിടേക്ക് കിലോമീറ്റർ എന്ന് കാണിക്കുന്നത് 121 കിലോമീറ്ററാണ്. നോർമലി റൺ ചെയ്ത് പോവുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് അവിടേക്ക് എത്തും, നോൺ സ്റ്റോപ്പ് റണ്ണിങ്. അപ്പോൾ സമയം ശ്രദ്ധിക്കുക, 8:45. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നമുക്കൊരു ചെറിയൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് പോകണ വഴിക്ക് കുക്കിംഗ് ഉണ്ട്. പിന്നെ അടുപ്പ് ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുക്കിംഗ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാം. ഏതായാലും നമുക്ക് ഇറങ്ങി നോക്കാം. ഇന്ന് 121 കിലോമീറ്റർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിസ്സാരമല്ല. ഞങ്ങൾക്കത് ഘട്ടമായിട്ടൊരു 3-4 പ്രാവശ്യം നിർത്തി പോവേണ്ട ഒരു കിലോമീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് അവിടെ എത്തണമെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങി കുക്കിങ്ങൊക്കെ നേരത്തെ തീർത്തിട്ട് വേണം ചെയ്യുക കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന നമുക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കാനും മറക്കരുത്. അതായത് നമ്മൾ യൂട്ടേൺ എടുക്കണം, തിരിച്ചാണ് പോകണ്ടേ, കുറച്ച് ദൂരം തിരിച്ചു പോകണം. അത് ഇന്നലെ തന്നെ നമുക്ക് അറിയാം. ഞങ്ങൾ ഇന്നലെ തന്നെ ഈ ഒരു സ്ഥലം തന്നെ ഫിക്സ് ചെയ്ത് കേട്ടോ. യൂട്ടേൺ എടുക്കണമെങ്കിൽ യൂട്ടേൺ ചിലപ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. അതാണ് ഇതിനിടയിലൊന്നും ഒരു കൊടുക്കൂലേ. 1.8 അതായത് 1 കിലോമീറ്റർ 800 മീറ്റർ അപ്പുറത്തുണ്ട് ഒരു യൂട്ടേൺ. അത് എടുത്തിട്ട് വേണം നമുക്ക് റിട്ടേൺ പോവാം. ഇവിടെ നമ്മൾക്കൊരു 8.5 കിലോമീറ്റർ പോയിട്ട് റൈറ്റിക്ക് തിരിയാണ്ട്, യൂട്ടേൺ എടുത്തുകൊണ്ട് തിരിയാണ്ട്. അധികം വൈകാതെ തന്നെ നമ്മൾക്ക് ഒരു സ്ഥലം കിട്ടിയിരിക്കുകയാണ്. അതായത് നമ്മളവിടെ നിന്ന് പോന്നിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ കുക്കിംഗ് ആരംഭിക്കുകയാണ്. നമ്മുടെ അടുപ്പും കാര്യമൊക്കെ സെറ്റാക്കണമല്ലോ മോനെ. അടുപ്പ് ഇങ്ങനെ കിടക്കുമല്ലേ. ഇത് ഇന്നലെ രാത്രിയാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. ഇങ്ങനെ കിടക്കുവാണ്. ഇതിപ്പോൾ ഇനി കണക്ഷൻ കൊടുത്ത് കജ്ജും ഉള്ളിലേക്ക് കറക്റ്റാക്കി വെക്കണം, കാലും കൊടുക്കണം, ഒക്കെ ചെയ്യട്ടെ കേട്ടോ. കാല് ഇതൊക്കെ ഇത്ര ഉള്ളൂ ഇവിടെ വെക്കുക അല്ലേ. ഈ നട്ടോക്ക ഇത് ലൂസാണ് അല്ലേ, ഇതൊന്ന് ടൈറ്റ് ആക്കണം. പിന്നെ സാധനം വലിയ മോശമുള്ള സാധനമൊന്നുമല്ല, വെയ്റ്റ്ലെസ് ആണ്. ഇങ്ങനെ വെച്ചിട്ട് ഇട്ടിടണല്ലേ. ഓക്കെ. ഈ യാത്രയിൽ ഇപ്പം എന്തൊക്കെയാണ് നാസാകണത് അല്ലേ. പക്ഷെ എന്നാലും ഇത് മുഴുവനാക്കിയിട്ട് അടങ്ങുള്ളൂ. അതിനിപ്പോൾ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെയാന്ന് പറയണല്ലോ കേട്ടോ. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന കേസുകൾ മാറി ക്ലിയർ ചെയ്ത് നമ്മൾ പോകണം. അതെ, ഇതൊക്കെ ഇപ്പം നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. അതല്ലാത്ത പല വിഷയങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നടക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം വെല്ലുവിളികൾക്ക് നമ്മളാളല്ല അല്ലേ. ഇനി സ്വിച്ച് അങ്ങനെയെങ്കിൽ അടുപ്പ് റെഡി. അപ്പോൾ ഇത് പറ്റ കുണ്ടിലായിട്ടുള്ള പണിയേക്കാർക്ക് മനസ്സിലായോ? പറ്റ കുണ്ടോ. പിന്നെ ഇതാണ് പൈപ്പ്. ഇത് ഇങ്ങനത്തെ പൈപ്പാ അല്ലേ. കട്ടില് ഉണ്ടാവും. നല്ല അതായത് ഈ പൈപ്പാണ് അറിയാം. ഇത് കുഴപ്പമൊന്നുമില്ല, മതി. തിരിച്ചു കയറണ്ടേ. ഉദ്ഘാടനമാണെന്ന് അടുപ്പിൻ്റെ. ഓക്കെ, കത്തി. അരി കഴുകണം. പിന്നെ എന്തുണ്ടാക്കണം? സോയാബീൻ ഉണ്ടാക്കാം അല്ലേ. സോയാബീൻ പയറുണ്ടാക്കാം. അതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ഞങ്ങൾ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചായ വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പുമേ. ഫസ്റ്റ് ചായ ആയിക്കോട്ടെ. ഇത് വേഗമാവും, മറ്റേ അടുപ്പ് പോലല്ല. മറ്റേ അടുപ്പിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ അടുപ്പിന് ആ ഒരു പ്രശ്നം വരില്ല. കാരണം സിമ്മും സ്പീഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ 2 ബട്ടണുള്ളല്ലോ. അപ്പോൾ അതിൽ സുഖമായിട്ട് അത് ക്ലിയർ ആക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്പീഡിലിട്ടുണ്ട്. പെട്ടെന്ന് തിളക്കുന്ന തന്നെയാണ് ഞാൻ കരുതുന്നത്. പയറൊക്കെ വിത്തായി. കാരണം നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായില്ലേ. 2 ദിവസമായി. പയറ് കുറവാട്ടോ. പക്ഷെ എന്നാലും നമ്മളിത് കുക്ക് ചെയ്യും. പൈസ കൊടുത്ത് വാങ്ങി എന്നുള്ളതല്ല അതിൽ പ്രധാനം.
പ്രധാനത് ഫുഡാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ നാശമായി പോയതാണ്. ഇതിൽ പരമാവധി എത്രത്തോളം കിട്ടും അത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതാണ്. നമ്മളവിടെ കിട്ടുന്നെങ്കിൽ ഈ പയർ കിട്ടില്ല. ഇവിടെ ഇല്ല, കമ്മിയാണ്. അപ്പൊ നമ്മൾ അതിനും കണ്ട് നമ്മൾ എടുക്കണം. ചോറ് വെച്ചാണ് കണ്ടാ, ആ ചോറൊക്കെ തള തുടങ്ങി. ഓക്കെ, അപ്പം മസാല റെഡി നടക്കട്ടെ. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ പയർ ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം. സോയാബീൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണ്. നമ്മുടെ ചോറ് വേകണുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ചായ കുടിച്ചില്ല. ചായ ഒരു ബിസ്ക്കറ്റ് ഒരു അതെ, ഒരു 5 റുപ്യേൻ്റെ ബിസ്ക്കറ്റും കൂടുമ്പോൾ 4 ബിസ്ക്കറ്റ് എടുത്ത് അത് വെക്കുകയാണ്. എന്നാൽ പിന്നെ ചായ കുടിക്കാൻ ഞങ്ങളടുത്ത് എന്താ ഉള്ളത്? ബ്രെഡ് ഉണ്ട്. ബ്രെഡ് ഉണ്ട്, അവിലും ഉണ്ട് അല്ലേ? പക്ഷേ ഇതിൽ നമ്മൾ ഈ ബ്രെഡ് തീർക്കണം. അത്യാവശ്യം വലിയ ബ്രെഡാണ് അല്ലേ? ആകെ എത്ര ഉള്ളൂ നമ്മളെ പയർ. ഇത് ഉച്ചയ്ക്ക് ഓരോ 2 മണി കുറുക്കി തിന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിട്ട് വെക്കാം. അടുപ്പ് കത്തിക്കട്ടോ. സിമ്മിലിട്ട് അടിച്ചാണ് വെച്ചു കൊടുക്കാം. ഓക്കെ, അടുപ്പ് എത്രങ്ങാനും കുണ്ടിലാണ് കിടക്കണല്ലേ? നല്ലോ കുമ്പിട്ടുള്ള മറ്റേ ആകണേ. മറ്റേ ഈ ലെവല് കുറച്ച് മൂട് ഇങ്ങനെ ആയാലും വല്ല കാളകള് കാണണ്ട കയ്യില്. അതായത് പയറ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി ഇതൊന്ന് തൂമിച്ചെടുക്കണം അല്ലേ? തൂമിച്ചെടുക്കണം. പയർ ഇതായിട്ടോ, പയറുപ്പേരിയായി. സോയാബീൻ നമ്മുടെ മസാല ഉണ്ടാക്കി വെച്ചതാണ്. ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ. മസാല മൂത്ത് വരണം. ഉള്ളിയും തക്കാളിയൊക്കെ ഒരുമിച്ചിടുക. ടൈം ലാഭത്തിനാണ്. അല്ലെങ്കിൽ എല്ലാത്തിനും സമയമല്ല. തീരെ സമയമല്ല. അപ്പോൾ നമ്മൾ 8:45 കുക്കിംഗ് ആരംഭിച്ചത് കേട്ടോ, ആരും മറക്കരുത്. അതിന് നേരെ ഞങ്ങൾ പോകുന്നില്ല. കുറച്ചുകൊണ്ട് പോകുന്നതിന് റൂട്ട് അടിച്ച് പോകുന്നതിന് ഞങ്ങൾ സ്ഥലം കിട്ടി, അവിടെ കുക്ക് ചെയ്തു. ഇങ്ങനത്തെ മസാലകളൊക്കെ ഇനി ക്ലിയർ ആക്കണം. മുളക്, മഞ്ഞൾ, മല്ലി, ഉപ്പ്, അത്രയും സാധനങ്ങളാക്കി വെച്ചു. ഇനി ഇതൊക്കെ പാടന്ന് നല്ല രീതിയിൽ മസാല ടൈറ്റ് മസാല ആക്കി മാറ്റണം. സോയാബീൻ കുറച്ചുള്ളൂ ഇന്ന്, കുറച്ച്. പയറും തന്നെ ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, വൈകിട്ടേക്ക് ഉണ്ടാവില്ല. ഇത് നമുക്ക് 2 നേരത്തിനുള്ളതാണ്. ഓക്കെ, ഇനി എന്താ പരിപാടി? വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ബക്കറ്റിൽ തന്നെയാണ് വെള്ളം. അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബക്കറ്റും വെള്ളം. ബക്കറ്റ് പിരിവിട്ടില്ല നിങ്ങൾ, അതേപോലെ ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ തിളച്ച് കഴിഞ്ഞാൽ അത് സെറ്റാവും. അത് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കുക്കിങ് ഫുള്ളായിട്ട് തീർന്നു. നമുക്ക് എടുത്ത് വെക്കാം. നമ്മൾ ഫുള്ളായിട്ട് തീർന്നു. ഇപ്പോൾ നമ്മൾ പോകാനായില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ഇപ്പോൾ സമയം എത്ര അറിയോ? 10:30. 8:45 തുടങ്ങിയതാണ്. അപ്പോൾ 10:30 8:45 പറയുമ്പോൾ 9:45 10:45 2 മണിക്കൂറിനകത്ത് കുക്കിങ് പോകാൻ വേണ്ടി പോവാണ്. അതേപോലെ അടുപ്പ് ഒന്നും കൂടി അതിൻ്റെ സെപ്പറേറ്റ് ഒന്നും കൂടി ഇങ്ങോട്ടുണ്ടെങ്കിൽ സാധാ വീട്ടിലത്തെ പോലത്തെ അടുത്തൊരു സാധനം. അപ്പോൾ അവിടെ ചോറ് വെന്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് പയറോ കറിയോ ചായ എന്തൊക്കെ ഉണ്ടാക്കാം. ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ഒരു അകൽച്ചുണ്ടായിട്ട് ഉണ്ട്. 2 അടുപ്പുള്ളുണ്ടല്ലോ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് അറിയുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാണ് കൊണ്ടുനടക്കാൻ വണ്ടി തന്നെ. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ അതിനുള്ള സൗകര്യമില്ല. ഭാവിയിൽ നമുക്ക് അത്തരത്തിൽ സൗകര്യമൊക്കെ ഉള്ള വണ്ടിയൊക്കെ ആവുകയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. വെള്ളം പറ്റിയില്ലേ? എന്നാ അടുക്കല്ലേ ഓഫായിക്കോളൂ അടുപ്പ്. സെറ്റ് അല്ലേ? ചെയ്യാം. ഇപ്പം സമയം എത്ര ആയിട്ടുണ്ടാവും? 11:30. 11:30 ആയില്ല. അതിപ്പോൾ സമയം 10:45 കണ്ട. 10:45 കഴിഞ്ഞു. ഒരു 10:50 ആവാനായി. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ സമയമൊക്കെ കാണിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ രാവിലെ നമ്മൾ 8:45 ഇറങ്ങി. 8:45 ഇവിടെ എത്തി. എന്നിട്ട് നമ്മൾ കുക്കിംഗ് ഒക്കെ തുടങ്ങി. ഇപ്പോൾ 10:45 2 മണിക്കൂർ നമ്മൾ കുക്കിങ്. നീ കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും നമ്മൾക്കൊരു 15 മിനിറ്റോളം ഇനിയും വേണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 11 മണി റൗണ്ടാവും. ഫുൾ ലോഡായി. ഇത് ഇന്നലെ ഞങ്ങൾ കുറച്ച് ഞാൽപ്പഴം വാങ്ങിയില്ലേ, കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി കഴുകി വെച്ചിട്ടുണ്ട്, അതുകൂടി കഴിക്കാം. ഫുൾ ലോഡാക്കിയുണ്ട്. എല്ലാ സാധനം റെഡിയാണ്. വെള്ളം നമുക്ക് കിട്ടണം. വെള്ളം ഞാൻ നാളേക്കുള്ള കിട്ടണം കേട്ടോ, മറക്കരുത്. അടിക്കണ പൈപ്പ് കണ്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല.
ചെറിയ ചോയുള്ള വിഷയം. ആ ചെറിയൊരു ചോയ ഉണ്ട്, പക്ഷേങ്കിൽ അത് കുഴപ്പമില്ല. എന്നാലും നല്ല വെള്ളമാണ്, എല്ലാവരും അതിനെ കുടിക്കുന്നത് ഇവിടുത്തെ ആളുകളൊക്കെ. ഇവിടെ ഫിൽറ്റർ വാട്ടറും എല്ലാം നല്ലോണമെന്നൊക്കെ തോന്നുന്നു. എന്നാൽ പിന്നെ 11:10 ഉണ്ടാ, 11:10 വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേയിൽ നിന്നും നമ്മൾക്ക് പോകേണ്ടത് ഇനി അതുവഴിയാണ്, അതിലങ്ങനെ പോകണം. അപ്പോൾ അവിടെ പോയി യൂട്ടേൺ എടുത്തിട്ട് വേണം പോവാം. ഈ റോഡ് ഹൈവേ ഒന്നല്ല, പക്ഷേങ്കിൽ നല്ല അടിപൊളി റോഡാണ്, കോൺക്രീറ്റ് ആണ് റോഡ്. പക്ഷെ അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിൽ നമുക്ക് റണ്ണിങ്ങിൽ അറിയണില്ല. ചാട്ടല്ല ഇപ്പോൾ അല്ലേ? ചാട്ടം അല്ലാത്ത റോഡിൽ ഓർമ്മ ചാട്ടുണ്ടാവും. ഈ പോണ നമുക്ക് ചാടി ചാടി പോവാം. ആ ഒന്നിങ്ങനെ ഗ്യാപ്പുണ്ട് കോൺക്രീറ്റിന്, ഗ്യാപ്പ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 38 മൈൽ സ്പീഡിലാണ്. അപ്പോൾ കാറൊക്കെ ആണെങ്കിൽ ഒരു 60-70 അടിക്കാൻ പറ്റും. വലിയ തിരക്കൊന്നുമില്ലാത്ത റോഡാണ്. പക്ഷേ ഇത് നമ്മൾക്ക് നമ്മുടെ വണ്ടിക്ക് ഇത്രേ പോകാൻ പറ്റുള്ളൂ. നമ്മളുടെ യാത്ര സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്ര മുഴുവനാക്കണമെങ്കിൽ നമ്മുടെ സ്പീഡ് ഇതാണ് നല്ലത്. ഞങ്ങളെ ഹൈ സ്പീഡാട്ടത് അത് മനസ്സിലാക്കണം. പോകുന്ന വഴിക്കൊരു പമ്പിൽ കയറിയതാണ്. നമ്മളുടെ ക്യാനത്തെ എണ്ണ കഴിഞ്ഞിരുന്നു. ഇവിടെ ആണെങ്കിൽ വലിയ കുറ്റിയാണ്, ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ വേഗം തിളച്ച് ചിന്തി പോരും പുറത്തേക്ക്. ഓക്കെ ബസ്, 1 മണിക്കൂർ 10 മിനിറ്റ് കൂടി റണ്ണായി കഴിഞ്ഞാൽ 1 മണിക്കൂറാവും. എത്ര കിലോമീറ്റർ ആയി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം കൂടി നമുക്കവിടെ പോവാം. എന്നിട്ട് നമുക്ക് നോക്കാം. വണ്ടി ഒന്ന് ചൂടാറാൻ വേണ്ടി നിർത്തണം. പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടേ വേറെ എവിടെയൊക്കെ നിർത്താം. ഇവിടെ ഡീസലിൻ്റെ വില 93.61 പൈസ, പെട്രോളിന് 108.38 പൈസ. അങ്ങനെയെങ്കിൽ പമ്പിൽ നിന്ന് പോന്ന് ഇവിടെ ഒരു മരങ്ങളുടെ ചോട്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഞാവൽപ്പഴമാണല്ലേ. ഉമ്മലൊക്കെ ധാരാളം ഉണ്ട്. ഇതൊന്നും പറിച്ചാണ്ട് തന്നെയല്ല വെക്കുന്നതേ. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 35 കിലോമീറ്ററോളം ഓടി. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് നമുക്ക് കിട്ടിയ റോഡ് നല്ല റോഡായതുകൊണ്ട് നമുക്ക് എവിടെയും ബ്രേക്ക് ഔട്ട് അത് അങ്ങനെ രീതിയിൽ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോരാൻ പറ്റുന്നത്. ഒരു 38-40 അങ്ങനെ പോരാൻ പറ്റി. ഈ റോട്ടിന് കയറിയപ്പോഴാണ് നമുക്ക് കുറച്ച് ഫ്ലോയിൽ കൊണ്ടുപോയി. ഇവിടെ ഞങ്ങൾക്ക് പിരമിഡ് കാണിച്ചല്ലേ, പിരമിഡ്. ഇത് ഇന്ത്യൻ പിരമിഡ് അല്ലേ? ഇത് ഈജിപ്തിൽ കാണുന്ന സംഭവമല്ല, ഇത് ഇന്ത്യൻ പിരമിഡാണ്. ഇതെന്താ സംഭവം ചോദിച്ചാൽ ഇഷ്ടിക ചൂളയാണ്. ഇഷ്ടിക അട്ടിയിട്ടിട്ട് മണ്ണൊക്കെ അതിൻ്റെ മേലേക്ക് എറിഞ്ഞ് വെച്ചേക്കണം കേട്ടോ. ഇഷ്ടിങ്ങനെ പോരുന്ന വഴിക്ക് ധാരാളം ഉണ്ട്. കാരണം അവരുടെ വീടുകളൊക്കെ ഇഷ്ടിക കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു റൂട്ടിനിങ്ങനെ പോകുന്നപ്പോൾ ധാരാളം ഇഷ്ടികൻ്റെ കമ്പനികളാണ് കാണാൻ വേണ്ടി സാധിച്ചല്ലടാ. അപ്പം ഇവിടെ നിന്നൊക്കെ എടുത്ത് കൊണ്ടുപോയി അല്ലേ? ഇവിടെ നിന്നൊക്കെ ഇഷ്ടികകൾ എടുത്ത് കൊണ്ടുപോയി. AKP പറയുന്ന ഒരു കമ്പനീൻ്റെയാണ്. ഏതായാലും നമ്മളുടെ ഈ റോട്ടിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റാണ് വണ്ടിക്ക് റെസ്റ്റ് എടുക്കുക. സാധാരണ ഞങ്ങൾ അരമണിക്കൂറും 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കൊടുക്കാറുണ്ട്, പല ഘട്ടങ്ങളനുസരിച്ചാണ്. നമുക്ക് സമയമല്ല. അത്യാവശ്യം ചൂടായി വെച്ചാൽ കുഴപ്പമില്ല. ഫിൽറ്റർ തിരക്കുള്ള ചൂടായിക്കണം. ഫിൽറ്റർ ചൂടാവാന്ന് പറഞ്ഞാൽ ഓയിൽ ചൂടായിട്ടാണ്. ഓയിൽ ചൂടാവുന്നതാണ്. അപ്പോൾ ഓയിലിനൊന്ന് കൂളാക്കണം, കൂളൻ്റെ ഒന്ന് കൂളാകണം. ഇല്ലെങ്കിൽ കൂളൻ്റെ ഒക്കെ പൊട്ടിപ്പോകും. നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി നമുക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിൽക്കാതെ ഓടുകയൊക്കെ ചെയ്യാം. പക്ഷേ എങ്കിൽ നമ്മുടെ നാട്ടിൽ ലോക്കൽ ഓടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു യാത്ര ആകുമ്പോൾ വണ്ടിക്ക് നല്ല രീതിയിൽ ആക്കം കൊടുക്കണം. ആ ഒരു ആക്കത്തിനനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഞങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് 1.25 മണിക്കൂർ ഇടവിട്ട് വണ്ടി നിർത്തും, റെസ്റ്റ് കൊടുക്കും. ഞങ്ങൾക്കും ബോഡിക്കും റെസ്റ്റാണ്, വണ്ടിക്കും റെസ്റ്റാണ്. ഇനി കുറച്ച് നേരം ഇങ്ങനെ കുക്കിൻ്റെ നോണ ആക്കട്ടെ കേട്ടോ. ഈ റെസ്റ്റിൽ എങ്ങനെ സംഭവിക്കല്? അതായത് 12:25 വരെ 35 വരെ ഇരുന്നിക്കണ്. ഇനി 1:35 വരെ നമ്മൾ റണ്ണിങ് ആണ്. ഇത് നമുക്ക് 77 കിലോമീറ്ററോളം പോകാണ്ട് കേട്ടോ. 77 കിലോമീറ്റർ നമ്മൾ എത്തണം. എന്നാലേ നമ്മൾക്ക് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താനും അതുപോലെ നമുക്ക് ഇന്ന് തന്നെ അത് കാണാനൊക്കെ പറ്റുള്ളൂ. കാണാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ നാളേക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. അപ്പം നമുക്ക് ഒരു ദിവസം വെറുതെ വേസ്റ്റ് ആവല്ലേ. മക്കളെ, നമ്മൾ പോകുന്ന വഴി നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. പോകുന്നത് പെട്ടെന്ന് വണ്ടി നിർത്ത് ഗുഹ അപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടേ. അത് നമ്മളിപ്പോൾ യാത്ര വീണ്ടും തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തോ ഒരു സംഗതി ഉണ്ട്. ഒരു ഫോട്ടോ ആയിട്ടോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഒന്നായിട്ട് ഇറങ്ങി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലേ. നമ്മളീ പോകുന്ന വഴിക്ക് പോകാൻ കണ്ടതാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടേന്നല്ല. അപ്പോൾ ഇതുവഴി ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങാം. ഇതുവഴി ഇങ്ങനെ വേലിയൊക്കെ ചാടിയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. അതിൽ ചാടി പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ട, ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങോട്ടൊരു ഇറക്കമാണ്. ഒരു ഫോർട്ടിൻ്റെ അതേ മാതൃകയിലാണ് കിടക്കുന്നത്.
ഇവിടെയൊക്കെ പഴയ കല്ലുകൊണ്ട് നിർമ്മിച്ച സംഭവങ്ങളാണ്. പൊളിഞ്ഞടിയാണല്ലേ. വെള്ളം വന്നതുപോലെ നമുക്ക് തോന്നണമൊന്നുമില്ല. മഴ പെയ്യുമ്പോൾ വെള്ളം വരിക അത്രേ ഉള്ളൂ. ആ വരുന്ന എന്താണ് ആവിലല്ലേ വരുന്നത്? അല്ല പ്രാവില്ലേ. എന്നാൽ നമുക്കിങ്ങനെ ഇറങ്ങി നോക്കാം. വണ്ടി അവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകുന്നേക്കാണ്. ഇത് സംഭവം കേട്ടോ. ഇത് എന്താവും അതിൻ്റെ അറ്റത്ത് പോയാലേ അറിയുള്ളൂ. അവിടെ കണ്ടിച്ച് എന്താ അവിടെ ഒരു നിൽക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വലിയൊരു കവാടം പോലെയാണ്. ഏതായാലും പോകുന്ന ബൈക്ക് ഓൻ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ. അമ്മോ ഇതെന്താടാ, ഇത് ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് ഈ ആർച്ച് എന്ന് പറയുന്നത്. ഇത് ഫുള്ള് ഇവിടുത്തെ ഒരു സൈസ് കല്ലാണ്. സിമെൻറ്റ് ഉപയോഗിച്ച് കെട്ടിപ്പടുത്തതാണ്. നല്ല ഹൈറ്റാണ്. ഏകദേശം ഒരു 40 അടി ഹൈറ്റ് ഇതുണ്ടാവും മൊത്തത്തിൽ. അവിടെ ഫില്ലർ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പോയി നിൽക്കുന്ന തരത്തിലേക്ക് തന്നെയാണ്. ഇതിങ്ങനെ ഒരു കുഴിയാണ്. അതായത് കറക്റ്റ് ലെവലിൽ മണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് ആ ഒരു കുഴിയാണ്. ആ ഒരു മണ്ണെടുത്തൊക്കെ തന്നെ കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ അതിൻ്റെ മേലേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടുന്ന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നുകൂടെ അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിങ്ങനെ ഒരു സൈസ് മണ്ണാണ്. പാറമണ്ണ് അല്ലേ, ഒരു പാറയോട് കൂടിയിട്ടുള്ളൊരു മണ്ണാണ്. സംഭവം കാണാൻ രസമായി. ഇപ്പം ഇതൊക്കെ ഒരു വർക്കോട് കൂടി ചെയ്ത സംഭവമാണല്ലോ ഈ ഫില്ലറൊക്കെ അല്ലേ, ഈ ഒരു ആർച്ച് കാര്യമൊക്കെ. എന്തോ ഇതിനു വേണ്ടി ചെയ്താണല്ലേ. എന്തോ ഒരു സംഭവമാണിത്. നമ്മൾക്കിതിനെ കുറിച്ച് ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കി എടുക്കാനൊക്കെ നമ്മളുടെ ഒരു ലാംഗ്വേജ് പ്രശ്നം. അവിടെ തന്നെ ഒരുപാട് സമയം കറങ്ങാതാണ്. റോട്ടിൽ നിന്നും നമ്മള് മറ്റൊരു മെയിൻ റോഡിലേക്ക് ഹൈവേനെ ആവാതെ. അപ്പൊ ഇനി ഒരു ഹൈവേ ആണ് നമ്മൾക്ക് ഫുള്ളായിട്ട് ഓടാനുള്ളത്. അത് 59 കിലോമീറ്റർ ഓടണം. ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ ഇനി നിർത്തുന്നിടത്താണ്. ഇപ്പോൾ 1:10 ഒരു 1:30 നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാം. പൊടി പാറൂല. പൊടി പാറാത്തൊക്കെ പൊടി പാറൂലല്ലോ. പൊടി പാറാതൊക്കെ. അതെ, ഇവിടുത്തെ എന്താ പഞ്ചായത്തിന്റെ പണി എടുത്ത് വെക്കാണ്. അതെ, അതിനൊരു കൈയടി. ഇവിടെ ഫിൽറ്റർ വാട്ടർ ഉണ്ട്. അതെ. അപ്പൊ നമ്മള് വെള്ളം ഇതെന്നാലും നമ്മള് ആ അടിക്കണ പൈപ്പ് നിർത്താൻ അതിന് എടുത്തും ചെയ്ത് അടുപ്പ് നാശമായി ചെയ്ത് മൊത്തത്തിലായി. ഇങ്ങനെ ഫുള്ളായിട്ടുള്ള പ്രതിസന്ധികളാണ്. അതെ. അപ്പൊ ഇവിടെ കിട്ടണേ 50 50 കേട്ടോ. ഇത് കണ്ടെങ്കില് ഇവിടെ മൂപ്പര് ചിലപ്പോൾ ഇഷ്ടാവില്ല കേട്ടോ, പറയാൻ പറ്റില്ല. ഇത് സൈക്കിൾ വണ്ടിയാണ് അല്ലേ. ഇതിൽ ആളെ കയറ്റി കൊണ്ടുപോകും. ഏത് ഇതാ ബ്രേക്കൊക്കെ ഇങ്ങനെ കെട്ടിച്ചോണോ. ഒരു നമ്മളെ നാടൻ വണ്ടിയാണ് അല്ലേ. കിണി ഇത് ബെല്ലാണ്. കിണി ഏതായാലും ഇവിടെ 2 പേർക്കൊക്കെ ഇരുന്ന് പോവാം. മൂപ്പര് അങ്ങനെ ചവിട്ടും അല്ലടാ. അദ്ദേഹത്തിൻ്റെയും തോന്നുന്നു വണ്ടി. ഏതായാലും ഉഷാറായി. 3 വീലുണ്ട്. വലിയ ചെയിനൊക്കെ വെച്ച് സെറ്റപ്പാണ് വണ്ടി. ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ എണ്ണാൻ കാച്ചും വണ്ടി. എന്നാ പോലെ ഉണ്ടാവില്ലേ, ബുദ്ധിമുട്ടല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ മൂപ്പര് എടുക്കൂലേ. അതുപോലെ ഞങ്ങളെ കുറച്ചുകൂടി മുന്നിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ ടൈം 1:30 ആവാറായി. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ സുഖം, വേറെ സുഖം കിട്ടും. 1:45 സമയമായി. എനിക്ക് മതി. അപ്പോൾ ഞങ്ങൾ ചോറിനുള്ള പരിപാടിയാണ്. ചോറ് വിളമ്പിയിട്ടുണ്ട്. സോയാബീൻ കൂട്ടി അരിക്കാൻ കരുതി. സോയാബീൻ പയറുമാണ്. പയറിൻ്റെ അവസ്ഥ കുഴപ്പമില്ല, ചിലത് തന്നില്ലേ. അത് പയർ ഉണങ്ങിയിട്ടാവാം. ഞങ്ങൾ ഉണങ്ങിയോണ്ടല്ലോ കേട്ടോ. ഞങ്ങൾ ഉണങ്ങിയിട്ട് ഏതായാലും കുഴപ്പമില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിവിടെ കുറച്ചേരം ഇരുന്നിട്ടേ പോകുള്ളൂ. ഈ ചൂടത്ത് അങ്ങനെ കാറ്റ് ചൂടും തട്ടി അങ്ങനെ പോകണ്ടല്ലോ. 2:30 ഞങ്ങൾ ഇറങ്ങി. ഇനി 1 മണിക്കൂർ റണ്ണിങ്, അതായത് 3:30 വരെ റണ്ണിങ് ആണ്. 5 മണിക്ക് ക്ലോസ് ആണോ അറിയില്ല. ക്ലോസ് ആണെങ്കിൽ അതിൻ്റെ മുന്നേ എത്തേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഇനി 1.5 മണിക്കൂർ അതിൻ്റെ സ്റ്റോപ്പ് ആക്കുള്ളൂ. അതുവരെ ഇപ്പോൾ റൺ ചെയ്യും. അല്ല മറ്റവന്മാരുണ്ട് പണിയാ വിട്ടിട്ട്. ആരാണ്? മങ്കീസുമാരെ എന്താ അവസ്ഥ അറിയില്ല. പോയോക്കാം. ഇവിടെ പെരും മഴ കേട്ടോ. ഇത് എന്താ പാണ ടൈഗർ റിസർവ് ആണ്. ടൈഗർ റിസർവ് പോരുമ്പോൾ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മഴ ആയതുകൊണ്ട് ഒന്നും ഇതല്ല, വർക്കിംഗ് ഒന്നുമല്ല, വെറുതെ വടി അവിടെ കണ്ടൂല്ലേ. അപ്പം നല്ല മഴ കാരണം നല്ല മഴയാണ്. നമുക്ക് ലൊക്കേഷനിൽ എത്തിയിട്ട് വേണം വണ്ടി നിർത്തുക. നമ്മൾ അവിടെ നിന്ന് 2:30 പോകുന്നിട്ട് എപ്പോഴും വണ്ടി എത്തിയില്ല. 3:25 കഴിഞ്ഞ് നമുക്ക് 8 കിലോമീറ്റർ കൂടി പോകാനുള്ളൂ. അപ്പോൾ ആ 8 കൂടി ഓടിയിട്ട് നിർത്താമെന്ന് കരുതിയിട്ട് പോയോണ്ടിരിക്കുവാണ്.
ഇപ്പുറത്തൊക്കെ കൊടും കാട്ടിക്ക് മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുവാണ്. നമ്മളുടെ വൈപ്പർ അന്ന് കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടില്ല. കാരണം ഇവിടെ മഴ പെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. എന്നാലും ഞങ്ങൾ നാഗ്പൂരിൽ നിന്ന് ചോദിച്ചിരുന്നു സാധനം ഇല്ലടാ, അവിടെ ഇല്ല, ഇതില്ല. ആട്ടോ ലൈഫ് മൂടി കെട്ടി കിടക്കുവാണ് ഞങ്ങൾ. ഇവിടെയാണ് ഇതികാക്കണം വാട്ടർ ഫാൾസ് ആൻഡ് കേവ്സ് അല്ലേ. എന്നിട്ട് നാരന്മാർക്കുണ്ട്, ഗൂഗിൾ മാപ്പ് അതിനെ കാണിക്കണേ, തിരിഞ്ഞു നോക്കുക ചെങ്ങന്മാരെ. അപ്പം ഞങ്ങൾ ഇത് പന്ന എന്ന് പറയുന്ന ജില്ലയാണ്, മധ്യപ്രദേശിലെ പന്ന എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഞങ്ങൾ. മഴയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പന്ന എന്ന് പറയുമ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചത് അതായാലും സംഭവം അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ കയറണമെങ്കിൽ ഭയങ്കര സംഭവം. അതായത് 200 റുപ്യാണ്, 200 റുപ്യ എൻട്രി ഫീസ് ഉണ്ട്. ഓട്ടോറിക്ഷ ആയിട്ട് പോവാം, നോ മുഷ്കിൽ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോവാണ്, പോയി നോക്കാം. അവിടെ കീപ്സും വാട്ടർഫാൾസും ഇപ്പം മഴയും കൂടി പെയ്തുകൊണ്ട് വെള്ളം ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തൊക്കെ ഈ കാണുന്ന ചെക്ക് പോസ്റ്റും കാരണം അങ്ങനെ പോകണം നമുക്ക് അതിനുള്ളിൽ കൂടെ. അങ്ങനെ ഇതൊരു ടൈഗർ റിസർവാണ്, ടൈഗർ റിസർവിൻ്റെ കീഴിൽ വരുന്നതാണ്. നമ്മൾ വരുന്ന വഴിക്ക് അവിടെ സഫാരി കാര്യങ്ങളൊക്കെ നമ്മൾ കാണണമല്ലേ. അപ്പോൾ ആ പോലെ ഇടിയാണ് വെട്ടുന്നത്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അയ്യോ അയ്യോ കേരള ഫുഡാ പോവാം. അതുപോലെ കവാടം കഴിഞ്ഞിരിക്കുന്നു. റോഡ് കയറുമ്പത്തിന് വളരെ മോശം കേട്ടോ. ഞങ്ങൾക്ക് ഇതിനൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ ജസ്റ്റ് ഇല്ലൊന്ന് പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് ശരിക്കും അതിലൊക്കെ വന്നത്. ഈ കാട് സത്യം പറഞ്ഞാൽ ഉണങ്ങി കിടക്കുക തന്നെയാണ് അല്ലേ. ഇപ്പം പെയ്തിട്ടുള്ളൂ ഇവിടെ, മഴ ഇപ്പം പെയ്തിട്ടുള്ളൂ. അതെ, നല്ലൊരു മിന്നലുണ്ടോ. അയ്യോ ഞങ്ങൾ ടൈഗർ റിസർവിലേക്ക് കയറിയിരിക്കുകയാണ്. അയ്യോ ഇടി വെട്ടുന്നുണ്ട്. അത് പാടില്ല, അത് പാടില്ല, അത് പാടില്ല. അങ്ങനെ അതിൽ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് നമുക്കാണ്ട് താഴത്തേക്ക് പോയേക്കാം. ഈ കാണുന്ന കണ്ടോ, ഇവിടെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഗായ്സ്. എൻ്റെ പൊന്നും മക്കളെ പച്ചയായിട്ട് താഴത്തേക്കൂടെ അങ്ങനെ കിടക്കാനാണ് എന്താ ഒരു ഭംഗി. ആ ഒരു ഭാഗത്ത് കോടയൊക്കെ ഉണ്ടോ. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താട്ടി ഷീറ്റ് കൊടുത്തിക്കണേ. ഷീറ്റ് നിർത്തി നമുക്ക് ഷീറ്റ് ചൂടി പോവാം. അപ്പോൾ അങ്ങോട്ട് വാ. ഓ ഗായ്സ്, ഇവിടെ അങ്ങനെ നിൽക്കാനേ സ്ഥലം ഉണ്ടായത് ഒന്നായിട്ട് പായണ്ട. വീണ് കഴിഞ്ഞാൽ പൊന്നാളി എമ്മ മഴ ഇവിടെ. നമ്മുടെ വണ്ടി അതൊന്നും മഴ ഉള്ളത് കൊള്ളട്ടെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആണെന്ന് മനസ്സിലായി. ഇവിടെ കയറിയപ്പോൾ തന്നെ മഴ കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കവർ കൊടുത്താൽ പോകുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായത് എവിടെ കിച്ചണ്ടോ, നെല്ലിയാമ്പതിയിൽ. ടിക്കറ്റ് സോറി ടിക്കറ്റ് കൊടുക്ക്. ഇവര് നമ്മളെ ബാക്കിൽ ഇവരും ഉണ്ട് കേട്ടോ. ഇവരിപ്പോൾ ഒരു കാറിൽ വന്ന ആൾക്കാരാണ് അല്ലേ. ഇതുപോലത്തെ ഒരു ഗേറ്റ് കാര്യമുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ജൽദി വാടാ അതോ. അതിലെങ്ങനെ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. സംഭവം സാറാണ്. അടിയിൽ നദി ഒഴിക്കണ്ട്. ഓ ഇത് സൂപ്പർ സ്ഥലം കേട്ടോ. ഇത് ഈ മഴ ഉണ്ടായതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും മനോഹരമായിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കുടിക്കോ? ഇനി സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് അങ്ങനെ പോവാണ്. വാ അവിടെ നിന്ന് ശരിക്കും കാണാം. ഇനി അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ധാരാളം വെള്ളമാണ്. ഓ നല്ല ക്ലിയർ വെള്ളമാണ്, സൂപ്പർ അല്ലേ. അതിലൊക്കെ ചെറുതായിട്ടൊരു കോടൻ്റെ അപാകത ഉണ്ട്. ഇത് പൊളിച്ചിട്ടോ. 100 റുപ്യ കൊടുത്താലും എന്താ നമുക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ 50 റുപ്യ മുതലായി അതെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പാറക്കെട്ടിൻ്റെ ഒരു എന്താ പറയുക വഴിയാണ്, പാറ വഴിയാണ് അല്ലേ. ഇവിടുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ കലങ്ങിയിട്ട് വെള്ളം കയറണോക്കാണ്ട്. ഇവിടുന്നാണ് ഈ വെള്ളം വരുന്നത്. ഇവിടെ മഴ പെയ്ത് ഇവിടെ നിൽക്കാനുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ വെള്ളം ചാടും നോക്ക്. അവൻ്റെ മക്കളെ ഇത് മഴക്കാലത്താണെങ്കിൽ അപ്പോൾ ഇതിൽ നല്ല ക്ലിയറിലായിരിക്കും വെള്ളം ചാടുക. ഇപ്പോൾ തലക്കെട്ടിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അല്ലാതൊന്നും തുള്ളി ചാടുന്നില്ല. ഇതുണ്ടോ, ഈ വെള്ളമാണ് അങ്ങോട്ട് കലങ്ങിയിട്ട് അങ്ങനെ പോകുന്നത്. ഇവിടെ ഇവിടെ ചാടിയിട്ട് അങ്ങനെ കലങ്ങിയിട്ട് ആ കലക്ക അങ്ങനെ ഈ നല്ല വെള്ളമൊക്കെ ആ കലങ്ങും. അവിടെ ഉണ്ടോ വാട്ടർഫാൾസിൻ്റെ നല്ല രസം, മനോഹരമായിട്ടുള്ളൊരു വ്യൂ, അടിപൊളി വ്യൂ ആണ് അല്ലേ. ഓ സൂപ്പർ വ്യൂ ആണ്. ധാരാളം ആളുകളുണ്ട്. ഇതുണ്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കണ്ടമാനം വെള്ളം ചാടുവാണ്. വല്ല പാറയും വന്ന് മുഖമാവോ അല്ലേ. എന്നാ പോര്
ഈ ചെക്കന്മാരെ ഇവിടുത്തെ ചെക്കന്മാരൊക്കെ ധാരാളമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ കേരള ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെയാണ്. അതിപ്പോൾ ഒരു പറയാത്ത നമുക്കറിയാം നമ്മുടെ നാട് വളരെ സുന്ദരമാണ്. അപ്പോൾ നമുക്കൊരു കുളിരേറലാണ് കേൾക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ നമ്മൾ താഴത്തേക്ക് എത്തിയിരിക്കുവാണ്. ഇതാണ് അടിഭാഗം, താഴെ ഭാഗം എന്ന് പറയുന്നത്. താഴെ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ വെള്ളമൊന്നുമില്ല, അപ്പോൾ വേനലാണല്ലോ. പക്ഷെ ഈ ഭാഗത്തേക്ക് നോക്കി മക്കളെ, എമ്മ വ്യൂ. അപ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു വാട്ടർഫാൾസ് തന്നെയാണ്. ഇനി ഇവിടെ കീപ്സും ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ആയിട്ടുള്ളത്. രണ്ടും ഒരുമിച്ചാണ്, നല്ല രസമാണ് കാണാൻ. പോകുന്ന വഴി കണ്ട ഏകദേശം ഒരു 30 അടി ഹൈറ്റിൽ നിന്നാണ് വെള്ളം ചാടുന്നത്. കെൻ നദിയുടെ ഒരു പോഷക നദിയാണ് ഈ ഒരു പാണ്ഡവ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ പാണ്ഡവ് നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവമാണ്, നല്ല രസമാണ് കാണാൻ. മഴക്കാലത്ത് ധാരാളം വെള്ളം അതിൽ ചാടി വരുന്നുണ്ടാവും. അവിടുന്ന് വെള്ളം ഇപ്പോൾ ഇവിടുന്ന് കലക്കൂലേ? അവിടുന്ന് കലങ്ങിയ വെള്ളം ഇങ്ങനെ ചാടിയിട്ട് ഈ വെള്ളം ഇപ്പോൾ കലങ്ങും. പക്ഷെ നമ്മൾ വന്ന ടൈം നന്നായി. കാരണം എന്താ വെച്ചാൽ ആ വെള്ളം ചാടി കലങ്ങണതിന് മുന്നേ ഇവിടെ എത്താൻ പറ്റിയില്ലേ. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കേവ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് വല്ലാതെ ഒന്നും എവിടെയും പരാമർശിക്കണില്ല കേട്ടോ. അതായത് ഗൂഗിളിലായാലും അല്ലാതെ ഒന്നും ഇതിനെക്കുറിച്ച് വല്ലാതെ ഒന്നും അറിയില്ല. കേവ്സിനെ കുറിച്ച് നമുക്ക് മറച്ചിരിക്കാൻ എന്താ അറിയില്ല. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്കില്ല. ഇത് കാണുന്നത് ഒരു വലിയൊരു പർവ്വതമാണ്. ആ ഒരു പർവ്വതത്തിൻ്റെ താഴെയാണ് നമ്മളുള്ളത്. കണ്ടാ എന്നല്ലേ. പിന്നെ തികച്ചും ഫോറസ്റ്റാണ്, കാടാണ്, മൃഗങ്ങൾ വരെ ഉള്ളൊരു കാട് തന്നെയാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ ഇതാണോ കേവ്സ്? കേവ്സ് അവിടെ. ഇത് നല്ല പഴക്കം ചെന്നിട്ടുള്ളൊരു കേവ്സാണ്, നിസ്സാരമല്ല. വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കാണാൻ നല്ല രസമായില്ലേ. ഇവിടെ ഒരു കുളം പോലെ ഇങ്ങനെ, അതിൻ്റെ മേലിന് അതിലൊക്കെ വെള്ളം ചാടുന്നുണ്ട് അല്ലടാ. അതിലൊക്കെ ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഹിന്ദിയിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് അറിയുന്നവർ വായിച്ച് മനസ്സിലാക്കുക, അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാൻ ഇല്ല അല്ലേ. പിന്നെ കീപ്സിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഫസ്റ്റ് സൈഡിൽ ഇതിപ്പോൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന സ്റ്റാഫൊക്കെ ഈ ഒരു ഏരിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡിസൈന് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഒക്കെ മനോഹരമാണ്. സൂപ്പറാണല്ലേ. അതിനകത്തേക്ക് കയറുന്നില്ല. ഇനി നമുക്ക് പിന്നെ കാണാനുള്ള പിന്നെയുള്ള ഇതാണ് ഈ ഒരു കീപ്സാണ്. പക്ഷേങ്കിൽ ഈ ഒരു കീപ്സിൽ അന്നത്തെ കാലത്ത് നിന്നിരുന്ന ആളുകൾ അവരുടെ ഒരു വ്യൂ എന്തായിരിക്കും? എന്നും രാവിലെ എണീക്കുമ്പോൾ കിളികളുടെ ശബ്ദവും കാര്യമൊക്കെ ആയിട്ട് അങ്ങോട്ട് ആ ഒരു വെള്ളത്തിലേക്ക് നോക്കിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള വ്യൂ ആയിരിക്കും. എന്നും രാവിലെ ആ ഒരു സന്തോഷത്തോടുകൂടിയൊക്കെ അത് എണീക്കുക. ഏതായാലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹം പറയും കാര്യങ്ങൾ, ഹിന്ദി അറിയണവർ മനസ്സിലാക്കുക. ഞാൻ തന്നെ അതെ भाई बोलो। जैसे कि आप लोग इस जगह पे आए हुए हैं, इस जगह को बोलते हैं पांडव वाटरफॉल। जो यहाँ का नाम पड़ा हुआ है वो महाभारत टाइम से, जो महाभारत के 5 पांडव थे, भीम, नकुल, सहदेव, युधिष्ठिर, अर्जुन, तो ये उन्होंने यहाँ पे वनवास के टाइम पे कुछ टाइम यहाँ पे बिताया था, इसीलिए इस जगह को पांडव गुफाओं के नाम से जाना जाता है। और सेकंड नंबर पे यहाँ पे 2 वाटरफॉल बनते हैं। एक सामने आप देख रहे हैं, ये फर्स्ट वाटरफॉल है, ये रेनी सीजन के ऊपर डिपेंड है, ये बारिश में तेज़ हो जाता है, गर्मी में थोड़ा कम हो जाता है। और दूसरा वाटरफॉल ये है, ये नेचुरल है, ये स्प्रिंग वाटर पानी है। ये जहाँ से आप देख रहे हैं यहीं से गिरता है। ये 12 महीने 24 घंटे एक ही स्पीड से बहता है, ये कभी बंद नहीं होता है। और अगर आप इस लेक को ऊपर से देखेंगे तो ये पूरा हार्ट शेप में है, दिल के आकार में। और इसकी जो गहराई है वो 30 से 40 फीट है गहराई, और जो इसकी ऊंचाई है फॉल की वो 25 मीटर है। और बाकी ये जो बिल्डिंग देख रहे हैं, ये यहाँ से लेके वहाँ तक ये 16वीं शताब्दी में राजा महाराजा द्वारा बनाए गए हैं। ये राजा महाराजाओं के हंटिंग पैलेस है, मतलब शिकार का है। क्या जो भी राजा महाराजा लोग होते थे शिकार के बहुत शौकीन हुआ करते थे, तो ये यहाँ से छिप करके वो शिकार करते थे एनिमल्स का। बाकी जो पांडव गुफा है वो इसके अंदर बनी हुई है, अंदर है। हाँ, पांडव गुफा है। हाँ, ये हंटिंग पैलेस है। हंटिंग पैलेस। हाँ, ये 700-800 साल पहले राजा महाराजा द्वारा बनाए गए हैं। ഓ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കഥ, മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, മഹാഭാരത കാര്യങ്ങളപ്പോൾ അതൊക്കെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് സംഭവം ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ അതേപോലെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയേക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നുണ്ട്. ഒന്നും കരുതരുത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇന്ത്യ അറിയുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും അല്ലേ. ഓക്കെ ബൈ, താങ്ക് യു. ഇവർക്കൊന്ന് കൊടുക്കേണ്ടതുണ്ട്, ഒരു നമുക്ക് പറഞ്ഞു തരികയാണ് ഇതിനെക്കുറിച്ച്. അല്ലേ, അവിടെ ഉണ്ട് അതിൻ്റെ മേലൊക്കെ. ഇതിനെക്കുറിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ എവിടെയും നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കാൻ മനസ്സിലാണല്ലോ.
ഇപ്പോൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്താൽ പോലും നമുക്ക് വല്ലാത്ത കാര്യങ്ങളൊന്നും കിട്ടണില്ല, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നമായത്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ വാട്ടർഫാൾസൊക്കെ അതിമനോഹരമാണ്. നമ്മൾ അതിലെങ്ങനെയാണ് ഇറങ്ങി വന്നത് അല്ലടാ? ആ, അതിലെങ്ങനെ ഇറങ്ങി വന്നു. സൂപ്പറായില്ലേ, നല്ല സ്ഥലം കേട്ടോ. നല്ല ആണ്ടിയാറാണ്. മീനുണ്ടാവൂടാ, കാരണം നല്ല കുണ്ടാണതേ, ഒരു കുണ്ടാണ്. പിന്നെ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള കേവ്സ്. എന്തോ അറിയില്ല, ഉള്ളിൽ കയറാൻ പറ്റുമോ എന്തോ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും അകത്ത് കയറുന്നില്ല. അകത്ത് കയറിയിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച്. ഇവിടെ നിന്ന് വലിയൊരു ക്ലീനിങ് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വല്ല പാമ്പുണ്ടെങ്കിൽ അതുകൊണ്ട് പണിയിട്ടാൻ ആയതുണ്ട്. ഇതാണ് ശരിക്കും മെയിൻ വാട്ടർഫാൾസ്, സ്പ്രിങ് വാട്ടർഫാൾസ് എന്നൊക്കെയാണ് ഒരു പറയുന്നത് അല്ലേ? മഴക്കാലം ആകുമ്പോൾ ചിലപ്പോൾ ഇതിൽ നാലെല്ലാം ചാടുന്നുണ്ടാവാം. ആ, അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകും. ഏത് മരം? അടിയിലെ അടിയൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടേ. എന്നാൽ പോയാലോ? എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് മേലേക്ക് കയറി വെക്കാം. നമുക്ക് അവിടെ നിന്നിട്ട് നല്ല വ്യൂ ആയിരിക്കാം ആ പാലത്തിന്. അവിടെ ഒന്ന് പോയിട്ട് നോക്കിയാലോ നമുക്ക് അല്ലേ? ഏതായാലും അവിടെ നിന്നൊക്കെ വാട്ടർഫാൾസ് കാണുന്നതിനെക്കാട്ടിലും ചൊറുക്ക് ഇവിടെ നോക്കുമ്പോൾ മീൻ നോക്കി വലിപ്പൊളിയാ. ഇത് ധാരാളം മീനുണ്ട് കേട്ടോ, വലിയ വലിയ മീനുകൾ തന്നെ ഉണ്ടാവും. വാളയൊക്കെ ഉണ്ട്. ഞങ്ങളിനി മേലേക്ക് അങ്ങനെ കയറിപ്പോട്ടെ പോലെ. നല്ല ചാട്ടാണ് ഇവിടെ അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ആ ഒരു കലക്കം വെള്ളം അങ്ങനെ ചെന്ന് ഏകദേശം പകുതി ഭാഗം മുക്കാലത്തൊന്നും എത്തിയില്ല, പകുതി ഭാഗം ഇങ്ങനെ കലങ്ങി കേട്ടോ. ഞങ്ങളങ്ങനെ പോവാണ്. കീപ്സ് പറയണം അവിടെ ആയിരുന്നു. ഇനി ഇത്ര പടികൾ അങ്ങനെ കയറി പോകണം. ഇനി നേരെ വണ്ടിയിൽ പോവാം. ഇവിടെ വെള്ളവും ടോയ്ലറ്റും എല്ലാവിധ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. 100 റുപ്യ ഒരാൾക്ക് ഇങ്ങോട്ട് എൻട്രി ഫീസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതുവഴിയൊക്കെ പാസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഹിന്ദിയും കൂടി അറിയുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ഇനി നിൽക്കണോടത്ത് തന്നെ ചിലപ്പോൾ വീഡിയോ തുടങ്ങുള്ളൂ അല്ലേ? ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:35 അപ്പോൾ ഏകദേശം ഇന്നത്തെ ദിവസം ഇപ്പോൾ കഴിഞ്ഞു തുടങ്ങി. 4:35. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നു, പോകുന്നു. സേഫായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നത്. ഇരുടാണതിന് മുന്നേ ഈ കാടൊക്കെ കിടക്കണം. കാട് നിങ്ങൾ കണ്ടല്ലേ, പോന്നപ്പോൾ കൊടും കാടാണ്, ഒറ്റപ്പെട്ട പ്രദേശങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞ് ചാടി കുടഞ്ഞിട്ട് വേണം അവിടേക്ക് എത്തുക. ഏതായാലും ഞങ്ങൾ പോയിട്ട് അവിടെ എത്തിയിട്ട് കാണിക്കാം. നമുക്ക് പോകുന്ന വഴി തന്നെ ഉള്ളൂ റിട്ടേൺ പോവാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5:45 അപ്പോൾ നിർത്തിയതാണ്. 5:45 സമയമായില്ലേ? അവിടെ നല്ല മഴയാണ്. കാട് ഇങ്ങോട്ട് പോന്നപ്പോൾ മഴയാണ്. ഇവിടെ ഒന്നുമില്ല, മഴൻ്റെ ഒരു ലക്ഷണമല്ല അവിടെ. അവിടെ പക്ഷെ ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെയ്യുമായിരിക്കും രാത്രി എന്തോ. നമ്മളിവിടുന്ന് എസ്കേപ്പ് ആകാൻ ബൈക്കുച്ചറിയില്ല. ഞങ്ങൾ പോരുന്ന വഴിക്ക് 2 ധാബ കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതിലേതെങ്കിലുമൊക്കെ ഒരു ധാബയിൽ നിന്ന് ചുരുളണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴൻ്റെ ഒരു ലക്ഷണമല്ല പറഞ്ഞാണ്ട് ഞങ്ങൾ മഴ പെയ്യിച്ചിട്ടോ അവിടെ പറഞ്ഞു പെയ്യിച്ചു. അതിനൊന്നുകൂടിയും വിടുക, അല്ലാതെ തുടങ്ങിയിട്ട് ഇപ്പം തന്നെ ഇട്ടൊരു പോയാലേ ഒരു പ്രശ്നമല്ല. പിന്നെ ഒന്ന് നിർത്തണം അതിന് വേണ്ടിയിട്ട്. പതിവ് പോലെ ധാബയിലെത്തിയിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ്. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, ഇന്നത്തെ ദിവസം നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 59 കിലോമീറ്റർ ഓടിയാൽ മാത്രമാണ് നമ്മൾക്ക് ഹൈവേയിലേക്ക് എത്തില്ല കേട്ടോ. നമ്മളെന്നാലും നമ്മൾ ഫസ്റ്റ് വന്നിരുന്നൊരു ഹൈവേ ഉണ്ടല്ലോ അതിലേക്ക് എത്തും. അവിടുന്ന് പിന്നെ നമ്മൾ ഏകദേശം 30, 20, 15 കിലോമീറ്റർ ഓടിയാലാണ് നാഷണൽ ഹൈവേയിലേക്ക് എത്തുക, അതായത് 4 ലൈനിലേക്ക് എത്തുക. ഇന്നലെ എന്നത് ആദ്യമൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കാമെന്നാണ് കരുതുന്നത്. ഇവിടെ നമ്മുടെ വണ്ടി ഉണ്ട്. ഇവിടെ എവിടെയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അദ്ദേഹം തന്നിക്കണം. അദ്ദേഹം തോന്നുന്നത് അവിടെ ഓണർ എന്താ അറിയില്ല. എന്തായാലും ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു വൈബ് ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. റെക്കോർഡിങ് ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ തുടക്കത്തിലെ തുടങ്ങി വെച്ച സംഭവം എന്താ വെച്ചാൽ, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ യഥാർത്ഥം എന്താ വെച്ചാൽ, ചില വീഡിയോകളിൽ നമ്മൾക്ക് കണ്ടൻറ് ഇല്ലായ്മ വരാറുണ്ട്. കണ്ടൻറ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ സ്വയം അറിയാതെ നമ്മൾക്ക് പ്രത്യേകിച്ച് എവിടേക്കും പോകാൻ വേണ്ടി പറ്റാറില്ല. ഇപ്പം ഇന്ന് രാവിലെ 8:45 നമ്മൾ വണ്ടി എടുത്ത് കുക്കിങ്ങും കാര്യം ഒക്കെ പാടെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തേണ്ടപ്പോഴാണ് 3:45, 4 മണി സമയമായപ്പോൾ.
എന്നിട്ട് നമ്മളവിടെ വിസിറ്റ് ചെയ്ത് നമ്മൾ അതേപോലെ തന്നെ അധികം നേരം അവിടെ നിൽക്കാതെ നമ്മൾ വേഗം പോകുന്നേക്കുവാണ്. കാരണം നമ്മൾക്ക് നല്ലൊരു സ്പോട്ട് നിൽക്കാൻ വേണ്ടി കിട്ടണം. അപ്പോൾ ഇതാ പോയപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് ഞങ്ങൾ നോക്കി വെച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഒരു വിഷയം ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഓട്ടോറിക്ഷയാണ്. നമ്മൾക്കിപ്പോൾ ഞങ്ങൾ പറയാം രാവിലെ 120 കിലോമീറ്റർ ഓടാൻ നമ്മൾക്കൊരു ദിവസം വേണ്ടി വന്നു. ആ എക്സ്പ്ലോർ ചെയ്ത് വരാൻ, ആ സ്ഥലം കൂടി പോയി വിസിറ്റ് ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം വേണ്ടി വന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ചില ദിവസങ്ങൾ നമുക്ക് 200, ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾക്ക് നാളെ വിട്ടാൽ തന്നെ നാളെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് മറ്റന്നേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നാളത്തെ ഒരു ദിവസം നമുക്ക് പോകുന്ന റണ്ണിങ്ങിൽ പോകുന്ന റോട്ടിലുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ വരുന്ന വില്ലേജുകൾ കാര്യങ്ങൾ നമുക്ക് എടുക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷയം വരുന്നത്. അത് നമ്മുടെ ഒരു ഓട്ടോ കൊണ്ട് നമ്മൾ ഇറങ്ങിയതും ഓട്ടോ ലൈഫ് ആയതുകൊണ്ട് അറ്റത്തായിട്ട് വരികയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാനുള്ള ടൈം കുറേ ലോങ് ആണ്. ഇപ്പം ഞങ്ങൾക്ക് 50 കിലോമീറ്റർ ഓടണമെങ്കിൽ 1.25 മണിക്കൂറൊക്കെ എന്തായാലും വേണം. അതിൽ നമ്മുടെ വണ്ടി നിർത്തൽ കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ആ ഒരു വിഷയത്തിൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നത്. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, മെയിനായിട്ടുള്ള വിഷയം എന്താ അറിയോ, നമ്മൾക്ക് വിളിച്ചിട്ടും അതുപോലെ തന്നെ മെസ്സേജിലൊക്കെ ചില ആളുകൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവരൊക്കെ നമ്മോട് പറയുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻറ് ഇല്ലല്ലേ. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ചില വീഡിയോകളിൽ കണ്ടൻറ് കയറ്റാൻ വേണ്ടി പറ്റാത്തത്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ എത്തിയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ രാത്രിക്കത്തെ ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ എന്തൊക്കെ നോക്കാം, കുഴപ്പമുണ്ടാവില്ല, ഉഷാറാവും. ഇവിടെ ധൈര്യമായിട്ട് നിൽക്കാം, നമുക്ക് പേടിക്കൊന്നും വേണ്ട. കുളി സൗകര്യം ഉണ്ട്, പക്ഷേങ്കിൽ ടോയ്ലറ്റ് ഇവിടെ ഉണ്ടാവില്ല. ആ ഏട്ടൻ കണ്ടങ്ങൾ കുപ്പിയേറ്റാതാ വിദൂരതയിലേക്ക് പോകുന്നു അല്ലേ. നമ്മളിന്ന് നാളത്തെ നമ്മുടെ കുളി ഇന്നായിരിക്കും. നല്ല ക്ലിയർ വെള്ളമാണ്. നാളേക്ക് ഇത് നല്ല വെള്ളമാക്കിയിട്ട് മാറ്റും, ഒന്നുകൂടി വെള്ളം അടിച്ച് കയറ്റും. നമുക്ക് നമ്മുടെ വണ്ടി എടുത്താണ്ട് ഇവിടെ കിടണം. ഇവിടെ അല്ല ഒന്നുകൂടി നല്ല അവിടെ കിടാം. ദാബ ലൈഫാണ്, ദാബ ലൈഫ്. ആ ചെക്കനെ കൊണ്ട് എടുപ്പിക്കാണ് ഒരു വീഡിയോ. വേണ്ട, ഓനാണെങ്കിൽ ക്യാമറ അരവിന്ദ് സിംഗ് യാദവാണ് നിൽക്കണം കേട്ടോ, നിസ്സാരക്കാരനല്ല. ഇത് കുക്കു നിസ്സാരക്കാരനല്ല. ഹിന്ദി പഠിക്കണമെന്ന ആഗ്രഹത്താലെ ഞങ്ങൾ ചെന്ന് പെട്ടത് ഒരു സിംഹത്തിന്റെ മടയിൽ. അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥ ഇവര് 3 ആളെ തലങ്ങും വിലങ്ങും നിന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചാണ്. ഞങ്ങള് മറുപടി വയ്ക്കണമായിരിക്കാൻ പറയുന്നുണ്ട് അല്ലേ. പഠിച്ചോളൂ. പക്ഷെ ഇത് സ്കൂളിൽ പഠിക്കണ ഹിന്ദി അല്ല. ഇത് സംസാരിക്കാനുള്ളത് വേറെ തന്നെയാണ്. ഇത് സംസാരിച്ചാൽ പഠിക്കും. ഇത് സംസാരിക്കേ. 7 മണി സമയമായി. ഇവിടെ നല്ല മഴയാണ്, എന്താ ഇടിമിന്നൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വണ്ടിയിൽ കുത്തിരിക്കുവാണ്. കർട്ടനൊക്കെ ഇട്ടാണ്ടിങ്ങനെ 2 സൈഡിലും കർട്ടനൊക്കെ ഇട്ടിങ്ങനെ ഫുൾ സെറ്റ് ആയി കുത്തിരിക്കുകയാണ്. കേട്ടോ, കുക്കുവിൻ്റെ സൈഡിൽ ആ സൈഡിൽ കർട്ടിട്ടാണ്, ഈ സൈഡിലും കർട്ടിട്ടിങ്ങനെ ഫുൾ ഇട്ടാണ്. അയ്യോ, ഇന്നത്തെ രാത്രി ഞങ്ങൾ എങ്ങനെ ബെഡൊക്കെ സെറ്റാക്കാൻ അറിയില്ല കേട്ടോ. ബെഡ് സെറ്റാക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ദാബേത്തനം പോയിട്ട് കിടക്കും അല്ലേ. അങ്ങനെ കാട്ടേണ്ടത്. അല്ലെങ്കിൽ എന്താ ബെഡ് സെറ്റാക്കാൻ കഴിയുമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ വണ്ടിയിൽ തന്നെ കിടക്കും. പരമാവധി നമ്മൾ വണ്ടിയിൽ തന്നെ കിടക്കുക. അതെല്ലാം മാക്സിമം പരിശ്രമിച്ച് നോക്കും. എന്നിട്ടും പറ്റണില്ല എന്നാണ്. മയക്ക് തീരെ ആക്കൊന്നുമില്ലെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ വല്ല വാസിച്ചിട്ടും കാര്യമില്ല, ചിലപ്പോൾ സാധിച്ചില്ല അല്ലേ. ഇതിലൊക്കെ അതാ വെള്ളം ചാടുന്നു. ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം അടച്ചതാണേ, പിന്നെ ചാടുന്നുണ്ട് കണ്ടോ. അവിടെയൊക്കെ ചാടുന്നു, ചാടട്ടെ. ചാടുന്നു. ആകെ വെള്ളമായി. ഇതിലെ ഫ്രണ്ടുകളൊക്കെ വെള്ളമായി. മൊത്തത്തിൽ ചോരാണേ. അടിപൊളി. മഴൻ്റെ സൗണ്ട് കേൾക്കണ്ടെങ്കിൽ ഞാനൊന്ന് മുണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് പോലും ഇല്ലാതെ ഈ വണ്ടിൻ്റെ ഉള്ളിൽ ഞാനും കൊക്കി ഇരിക്കുവാണ്. ഇതിൻ്റെ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ഒരു കുറച്ച് നേരം. അതായത് ഇതിൻ്റെ ഒരു ഫീൽ എന്തായാലും ഇപ്പോൾ വല്ലാത്തൊരു അനുഭവം അല്ലത്. ഇത് വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. അതെ. അല്ല കുട്ടിയെ, ഞാൻ പഴയ കാര്യങ്ങൾക്ക് ആലോചിക്കാന്നേ. അന്നൊക്കെ കൊറേ ഇതേമാതിരി കുത്തുന്നതല്ലേ മക്കളെ. അപ്പം ഞങ്ങളുടെ വണ്ടിയിൽ ബെഡ് കാര്യങ്ങളൊക്കെ വിരിച്ച് ഫുൾ പവറായി അല്ലടാ. പവറായി ഒക്കെ റെഡി അല്ലേ. കൊതുകോല ഇന്ന് നമുക്ക് ഈ അരുക്ക് വെച്ചാൽ മതി അല്ലേ, കൊതുകിൻ്റെ. പക്ഷേ ഞങ്ങൾ ഇത് ഇപ്പൊ കെട്ടില്ലെങ്കിൽ സീനാണ്. എന്താണെന്ന് വെച്ചാൽ
രാവിലെ അതവേ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാൻ പറ്റില്ല. അതവേ നമുക്ക് കൊതുകിൻ്റെ ശല്യം ഇടയിൽ വരുവാണെങ്കിൽ എപ്പോഴും ഒരു ബൾബ് എത്തുക പറയാൻ പറ്റില്ല. അപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങളിവിടെ കെട്ടി വെക്കുകയാണ്. ഇന്നിവിടെ കൊതുകൊന്നുമില്ല. നമ്മളിവിടെ വെറുതെ ഇരുന്നപ്പോൾ കൊതുകിൻ്റെ കടിയോ കാര്യങ്ങളൊന്നുമില്ല. യാതൊരു പ്രശ്നമല്ല. നല്ലൊരു സമാധാനത്തിന്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസവും ഈ ഒരു ധാബയിൽ ഇവിടെ കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ്. നാളെ രാവിലെ നേരത്തെ കാണാം. ഓക്കെ, ബൈ.